अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुह। अल्हम्दुलिल्लाह अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि वसहबिहि अജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ ഉന്നഗുരു ശൈഖുന ഉസ്താദ് അവറുകളെ, മറ്റു എന്നെ മുമ്പിലിരിക്കുന്ന ഈ സുന്ദരവേദിയിൽ സമ്മേളിച്ച മുതഅല്ലിം സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഉമ്മപ്പെങ്ങന്മാരെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയത് ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ്. ആ പ്രവാചകന്റെ പേരുള്ള മധുകൾ പറയുന്ന ഈ സുന്ദരവേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബിയുടെ സ്വഭാവത്തെ കുറിച്ചാണ്. ഒരു സൂഫി വര്യനോ ഒരു മത പണ്ഡിതനോ പറഞ്ഞിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ലളിതമായ ജീവിതമായിരുന്നു. പ്രവാചകന്റെ തലയെടുക്കാൻ പോയ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നത് മുസ്ലിമായിട്ടാണ്. നോക്കണം പ്രിയമുള്ളവരെ, ഞാൻ ചരിത്രം പറഞ്ഞു നിർത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകന്റെ മുന്നിൽ വന്നു. പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? യാചകൻ മറുപടി, എനിക്ക് വല്ലതും തരണം. പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ ഒന്നുമില്ലേ? പറഞ്ഞു, വെള്ളം പാത്രവും തണുപ്പുള്ള പതക്കുന്ന പതപ്പുണ്ട്, വേറെ മറ്റൊന്നും എന്നിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ വെള്ളം നിറച്ചു വെക്കുന്ന പാത്രവും തണുപ്പുള്ള സമയത്ത് പതക്കുന്ന പതപ്പും വാങ്ങാൻ ആരുണ്ട്? ഒരു സ്വഹാബത്ത് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ ഒരു ദിർഹമിന് വാങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിർഹമിനെ വിലക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ മറ്റൊരു സ്വഹാബത്ത് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ 2 ദിർഹമിനെ വാങ്ങാം. അങ്ങനെ ആ 2 ദിർഹമിനെ യാചകന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പ്രവാചകൻ കൊണ്ടുപോയി യാചകന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു ദിർഹമിന് ഭക്ഷണം വാങ്ങണം, മറ്റു ദിർഹമിന് കോടാലി വാങ്ങണം, അതുകൊണ്ട് വിറക് വെട്ടണം. ആ വിറകിനെ എടുത്ത് പട്ടണത്തിൽ പോയി വിൽക്കണം. വിട്ടുകിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം കുടുംബത്തിന്റെ ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. ബാക്കിയുള്ള ദിനം നീ സൂക്ഷിച്ചു വെക്കണം. 15 ദിവസത്തിന് ശേഷം അന്നെ വന്നു കാണണം. പ്രവാചകന് പറഞ്ഞതുപോലെ യാചകൻ മുന്നോട്ട് കൊണ്ടുപോയി 15 ദിവസക്കാലം മലം ചെരുവിൽ പോയി വിറക് വെട്ടി. ആ വിറകിനെ എടുത്ത പട്ടണത്തിൽ പോയി വിട്ട് കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം കുടുംബത്തിന്റെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ബാക്കിയുള്ള ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞു, 15 ദിവസത്തിന്റെ അധ്വാനത്തിന്റെ കഥകളെ വിവരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പണം കൊണ്ട് പോയി വെള്ളം നിറച്ചു വെക്കുന്ന പാത്രവും തണുപ്പുള്ള സമയത്ത് പതക്കുന്ന പതപ്പവും വാങ്ങുക. അധ്വാനത്തിന്റെ ആനന്ദം അനുഭവിച്ചു. എന്ത് ബുദ്ധിമുട്ടില്ലാതെ യാചകങ്ങളിൽ നിന്ന് മോചനം കിട്ടി. സ്വന്തം കാലിൽ നിന്ന് അധ്വാനിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നോക്കണം പ്രിയമുള്ളവരെ, അത്രത്തോളം ലളിതമായ ജീവിതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.